നമസ്കാരം. സ്വിസ് മലയാളി എന്ന യൂട്യൂബ് ചാനലിലോട്ട് നിങ്ങളേവർക്കും സ്വാഗതം. ഇവിടെ സ്വിറ്റ്സർലാൻഡിൽ പൊതുവെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഭൂരിഭാഗം ആളുകളും പബ്ലിക് ട്രാൻസ്പോർട്ടേഷനായി ഉപയോഗിക്കുന്നത്. സ്വന്തമായി വാഹനങ്ങളുള്ളവരും ധാരാളമുണ്ട്. എന്നിരുന്നാലും അതും വളരെ ചിലവേറിയ ഒരു സംഗതിയാണിവിടെ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകളായാലും പുറം രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്നവരായാലും എല്ലാവരും ആശ്രയിക്കുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ടിനെയാണ്. അതിന് പ്രധാന കാരണം അതിൻ്റെ എഫിഷ്യൻസി തന്നെയാണ്. പ്രധാനമായും പബ്ലിക് ട്രാൻസ്പോർട്ടായി ഇവിടെ വരുന്നത് ബസ്, ട്രെയിൻ, ട്രാം എന്നിവയാണ്. ഞാൻ താമസിക്കുന്നത് സൂറിക്കിലാണ്. അതുകൊണ്ട് ഇവിടെ 3 മീഡിയവും അവൈലബിൾ ആണ്. ഇതിൻ്റെ സർവീസ് ക്വാളിറ്റി എന്ന് പറയുന്നത് വേൾഡ് ക്ലാസ് ആണ്. അതിൻ്റെ ടൈമിങ്, കണക്ടിവിറ്റി ഓപ്ഷൻസ്, അതുപോലെ ക്ലീൻലിനെസ്, ഈ 3 കാര്യങ്ങൾ നമ്മൾ ഇവിടുത്തെ സിസ്റ്റം കണ്ടുപിടിക്കണം. നമ്മുടെ ആ ട്രാൻസ്പോർട്ടേഷൻ, ആ ട്രാമിൻ്റെയും ട്രെയിനിൻ്റെയും ബസ്സിൻ്റെയും ഇൻറ്റീരിയർ വളരെ നീറ്റാണ്, ക്ലീനാണ്. ഒരു തരത്തിലുള്ള ഒരു വേസ്റ്റുകളും കാര്യങ്ങളും അതിൻ്റെ ഉള്ളിൽ കാണില്ല. എപ്പോഴും നീറ്റാണ്. അത് നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പെർഫെക്ഷൻ അത് എടുത്തു പറയാതെ വയ്യ. ബസ് അതുപോലെ ട്രാം, ഈ 2 സർവീസിനെ കമ്പയർ ചെയ്യുമ്പോൾ ട്രെയിനാണ് കുറച്ചുകൂടി ഫാസ്റ്റർ. അതുപോലെ തന്നെ ലോങ് ഡെസ്റ്റിനേഷൻസ് എല്ലാം കവർ ചെയ്യുന്നത് ട്രെയിൻസാണ്. സിറ്റിക്കകത്തെ ട്രിപ്സ് മാത്രമാണ് ട്രെയിനും ട്രാംസും കൂടുതലായി ഇവിടെ കവർ ചെയ്യുന്നത്. ലോങ് ഡിസ്റ്റൻസ് പോകുന്ന ബസ്സസ് ഉണ്ട്. എന്നാൽ ട്രാം എന്ന് പറയുന്നത് സിറ്റിക്കുള്ളിൽ മാത്രമാണ്. അതിൽ തന്നെ 90% സർവീസുകളും ഇലക്ട്രിഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി ഫാസ്റ്ററുമാണ്. സ്വിറ്റ്സർലാൻഡിലെ എല്ലാ ഏരിയയിലും പബ്ലിക് ട്രാൻസ്പോർട്ട് കാര്യക്ഷമമാണ്. അത് കൊണ്ടു നടക്കുന്നത് അല്ലെങ്കിൽ ഈ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് ഇവിടുത്തെ ഫെഡറൽ റെയിൽവേ സിസ്റ്റം ആണ്. അതിൻ്റെ പേരാണ് SBB-CFF-FFS എന്നുള്ളത്. ഈ SBB-CFF-FFS എന്നുള്ളത് ഫെഡറൽ റെയിൽവേ സിസ്റ്റത്തിൻ്റെ 3 ലാംഗ്വേജിലുള്ള അബ്രിവേഷനാണ്. സ്വിറ്റ്സർലാൻഡിലെ മെയിൻ ലാംഗ്വേജസ്, സ്വിറ്റ്സർലാൻഡിൽ കോമൺ ആയിട്ടൊരു ലാംഗ്വേജ് ഇല്ല. പല ഏരിയകളിലും പല ലാംഗ്വേജസാണ് യൂസ് ചെയ്യുന്നത്. ജർമ്മൻ, ഫ്രഞ്ച്, ഇറ്റാലിയൻ, ഈ 3 ലാംഗ്വേജും സ്വിറ്റ്സർലാൻഡിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 3 ലാംഗ്വേജിലുമുള്ള ഫെഡറൽ റെയിൽവേ സിസ്റ്റത്തിൻ്റെ അബ്രിവേഷനാണ് ഈ പറയുന്ന SBB-CFF-FFS. ഇവിടെ പ്രൈവറ്റ് ടാക്സിസും അവൈലബിൾ ആണ് കേട്ടോ. ഊബർ പോലുള്ള സർവീസും ഉണ്ട്. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇവിടെ ടിക്കറ്റായിട്ട് എടുക്കാം. അതുപോലെ തന്നെ മന്ത്ലി പാസസ് ആയിട്ടും എടുക്കാവുന്നതാണ്. അതായത് സ്ഥിരം യാത്രകളുള്ളവർക്ക് മന്ത്ലി പാസസ് അവൈലബിൾ ആണ്. മന്ത്ലി പാസ് എടുക്കുന്നതാണ് കൂടുതൽ ലാഭകരം. കാരണം സ്ഥിരമായി യാത്രയുള്ളവർക്ക് മന്ത്ലി പാസസ് എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പാസസ് കൊടുക്കുന്നത് സോൺ തിരിച്ചാണ്. ഓരോ സോണും എടുക്കുന്നതിനനുസരിച്ച് റേറ്റ് വ്യത്യാസം വരും. നമ്മളിപ്പോൾ ഒരു സോൺ എടുക്കുമ്പോൾ ആ സോണിന് റേറ്റ്, നമ്മൾ അഡീഷണൽ സോൺസ് ആഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ പാസിൻ്റെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. റേറ്റ് ഒന്നും ഒരിക്കലും നാട്ടിലെ കറൻസി വെച്ച് നമ്മൾ കൺവേർഷൻ നടത്തി നോക്കരുത്. ബോധം പോകുന്ന റേറ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പാരിസൺ അല്ലെങ്കിൽ കൺവേർഷൻ നടത്താതിരിക്കുകയായിരിക്കും ബെറ്റർ. അതുപോലെ തന്നെ ഇവിടെ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. 6 വയസ്സിന് മേലെ വരുന്ന ആളുകൾക്ക് മാത്രമാണ് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുള്ളത്. സ്വിറ്റ്സർലാൻഡിൽ എവിടെ സഞ്ചരിക്കാനും 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പൈസയൊന്നും കൊടുക്കേണ്ടതായിട്ടില്ല. പിന്നെ നമ്മളിവിടെ ഈ യാത്രകൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് SBBയുടെ തന്നെ ഒരു ആപ്ലിക്കേഷൻ SBB പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നമുക്ക് അടുത്ത സമയത്ത് ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ് നമ്മുടെ തൊട്ടടുത്ത് നിന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്കതിന് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും. നമ്മളൊരു സ്റ്റാർട്ട് പോയിന്റ് കൊടുത്ത് എൻഡ് പോയിന്റ് നമ്മളതിൽ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായി ഏത് പ്ലാറ്റ്ഫോമിൽ, ഇപ്പോൾ ട്രെയിൻ ആണെങ്കിൽ ഏത് പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ വരും എന്നുള്ളതും അതുപോലെ തന്നെ ഏത് പ്ലാറ്റ്ഫോമിൽ ചെന്നിറങ്ങും എന്നുള്ള കാര്യങ്ങളടക്കം എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് ഈ ആപ്ലിക്കേഷൻ നമുക്ക് പറഞ്ഞു തരും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ യാത്ര നമുക്ക് വളരെ ഈസിയാണ്. ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ആർക്കും യാത്ര ചെയ്യാം
എങ്ങനെ വേണമെങ്കിലും യാത്ര ചെയ്യാം. ആ ഒരു രീതിയിൽ വളരെ സിംപ്ലിഫൈ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് SBBയുടെ ആപ്ലിക്കേഷൻ. പിന്നെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിൽ കൊടുക്കുന്ന ടൈം 98% ആക്യുറേറ്റ് ആയിരിക്കും. ആ ടൈമിന് തന്നെ ട്രെയിനാണെങ്കിലും ട്രാം ആണെങ്കിലും ഈവൻ ബസ്സാണെങ്കിൽ പോലും അതേ ടൈമിൽ തന്നെ നമ്മൾ കൊടുത്ത ലൊക്കേഷനിൽ ആ ട്രെയിൻ എത്തും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ടൈമിംഗ് അത്രയും പെർഫെക്റ്റായിട്ട് ഇവർ കീപ്പ് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് ഒരു അത്ഭുതമാണ്. എന്നിരുന്നാലും 98%, ഞാൻ ഇതുവരെ യാത്ര ചെയ്തതിൽ 98% യാത്രകളും ഓൺ ടൈമാണ്. അതായത് ഈ ആപ്ലിക്കേഷനിൽ പറഞ്ഞ ഓൺ ടൈമിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഇനി കൂടാതെ ഇവരുടെ ഒരു ഹാഫ് ഫെയർ കാർഡ് എന്ന് പറയുന്നൊരു സിസ്റ്റം ഉണ്ട്. അതായത് നമുക്കൊരു ഡിഫറെൻറ്റ് ഡ്യൂറേഷനിൽ ആ കാർഡ് കിട്ടും. അത് നമുക്ക് ഈ പറയുന്ന SBBയുടെ ഓഫീസിൽ നിന്ന് നമുക്ക് എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് എടുക്കാം. അപ്പോൾ അതെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ചാർജ് ഉണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എല്ലാ ഫെയേഴ്സും നേരെ പകുതിയായിട്ട് കിട്ടും. സ്വിറ്റ്സർലാൻഡിലെ ഏത് SBB ഓപ്പറേറ്റ് ചെയ്യുന്ന മോഡ് ഓഫ് ട്രാൻസ്പോർട്ടിലും നമുക്ക് അതിൻ്റെ പേയ്മെൻറ്റ് നേരെ പകുതിയായിട്ട് കിട്ടും ആ ഒരു കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ. അതായത് ഇപ്പോൾ ആക്ച്വലി അത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇപ്പോൾ മന്ത്ലി പാസ് എടുക്കുകയെന്ന് വിചാരിക്കുക, അത് സോൺ ബേസിലാണ് നമ്മൾ എടുക്കുക. അപ്പോൾ അങ്ങനെ എടുത്താൽ പോലും നമുക്ക് ഡിഫറെൻറ്റ് സോണുകളിലോട്ട് ചില സമയങ്ങളിൽ യാത്ര ചെയ്യേണ്ടി വന്നാൽ ടിക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹ്യൂജാണ്, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. അപ്പോൾ ഈ ഹാഫ് ഫെയർ കാർഡ് ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ റേറ്റ് നേർ പകുതിയായിട്ട് കിട്ടും. അപ്പോൾ അതാണ് ഈ ഹാഫ് ഫെയർ കാർഡിൻ്റെ ഉപയോഗം. അത് പല മേഖലകളിൽ പല സ്ഥലങ്ങളിലും നമുക്കത് യൂസ് ചെയ്യാം. ഈ SBB ഓപ്പറേറ്റ് ചെയ്യുന്ന ഏതൊരു ട്രാൻസ്പോർട്ടേഷൻ മോഡിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു കൊല്ലത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഒരു കൊല്ലത്തേക്ക്, ഒരു മാസത്തേക്ക് കിട്ടുകയാണെങ്കിൽ ഒരു മാസത്തേക്ക്, വേറെ ഡ്യൂറേഷനിൽ അത് ഇഷ്യൂ ചെയ്യുന്നുള്ളത് വെച്ചാൽ എനിക്കറിയില്ല. ഒരു മാസത്തിൻ്റെയും ഒരു വർഷത്തിൻ്റെയും ഉണ്ട്. പിന്നെ മറ്റൊരു സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ സേവർ ഡേ പാസ് ആണ്. സേവർ ഡേ പാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പർട്ടിക്കുലർ ഡേയിൽ ഈ സേവർ ഡേ പാസ് എടുത്തു കഴിഞ്ഞാൽ സ്വിറ്റ്സർലാൻഡ് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം ഫ്രീ ഓഫ് കോസ്റ്റിൽ. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പർട്ടിക്കുലർ ഡേക്ക് വേണ്ടി നമുക്ക് എടുക്കാം. പക്ഷെ അത് നമ്മൾ മുൻകൂട്ടി എടുക്കുന്നതായിരിക്കും ലാഭകരം. ഇപ്പോൾ നാളെ വേണ്ടതിന് ഇന്ന് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിൽ വലിയ ലാഭമൊന്നുമില്ല, നല്ല റേറ്റ് വരും. എന്നാൽ നമ്മളൊരു 2 വീക്സ് മുന്നേ നമ്മൾ ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു റേറ്റിൽ നമുക്ക് കിട്ടും. നമുക്ക് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. ഏത് SBBയുടെ ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടിലും എത്ര ടൈം വേണമെങ്കിലും യാത്ര ചെയ്യാം എന്നുള്ളതാണ് ഈ സേവർ ഡേ പാസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിവിടെ താമസിക്കുന്ന ഏരിയയിൽ നമ്മളിപ്പോൾ RP കാർഡ് ഇഷ്യൂ ചെയ്യുന്നൊരു ഓഫീസുണ്ട്, സ്റ്റാഡ് എന്ന് പറയുന്നത്. അവിടെ പോയാലും നമുക്കത് എടുക്കാൻ പറ്റുമെന്ന് കേൾക്കുന്നു. ഞാൻ എടുത്തിട്ടില്ല, നമ്മൾ എടുത്തിട്ടുള്ള ഓൺലൈനായിട്ട് തന്നെ എടുക്കാറ്. അപ്പോൾ അവിടെ പോയിട്ട് എടുക്കുമ്പോൾ കുറച്ചും കൂടി റേറ്റ് കുറവുണ്ട് എന്ന് പറയുന്നുണ്ട്. എക്സാക്ട്ലി അറിയില്ല. എന്നിരുന്നാലും യൂഷ്വലി ഇപ്പോൾ പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് പെട്ടെന്ന്, ഇപ്പോൾ സ്വിറ്റ്സർലാൻഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഒരു ടൂറിസ്റ്റിന് അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ സാധിക്കും. സേവർ ഡേ പാസ് എടുത്ത് വെച്ചാൽ മതി. എവിടെ വേണമെങ്കിലും എത്ര വട്ടം വേണമെങ്കിലും യാത്ര ചെയ്യാം. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതുപോലെ ഇനി സ്വിറ്റ്സർലാൻഡ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സാണ്. ഇതുപോലെയുള്ള ഒരുപാട് മാർഗ്ഗങ്ങൾ ഇവിടെ സഞ്ചരിക്കാൻ, ഇവിടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അറിയാലോ, സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവാണ്. ഇവിടെ കാണാൻ വേണ്ടി ഇത് ഒരുപാട് ടൂറിസ്റ്റുകളുടെ ഒരു ഡെസ്റ്റിനേഷൻ കൂടിയാണ്. സോ അങ്ങനെ ടൂറിസ്റ്റ് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ അതിന് വേണ്ട ചില ടിപ്സും കുറച്ച് ഇൻഫർമേഷൻസുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവച്ചത്. അപ്പോൾ ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ആ കമൻസിനനുസരിച്ച് നമുക്ക് ആ പർട്ടിക്കുലർ മാറ്ററിൽ നമുക്ക് പുതിയ വീഡിയോസ് ചെയ്യാം. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അതുപോലെ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ ലൈക്കും ഷെയറും കമൻസും കൂടുതൽ വരികയാണെങ്കിൽ ഇതുപോലുള്ള ടോപ്പിക്സ് എടുത്ത് നമുക്ക് ഇനിയും വീഡിയോസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.